പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്? അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവെ, അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. Lord, infuse your spirit of power and grace. Thank you, Jesus. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രഭാഷകൻ 23:19 മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ ഒരു രസം ഈ വചനങ്ങൾ കേട്ടില്ലേ? അതായത് ഈ ഷീബ റാഫിൽ എന്ന് പറഞ്ഞൊരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ അങ്കലാപ്പെന്ന് പറയുന്നത്, അവളുടെ അവളൊരു സുവോളജിസ്റ്റാണ്. അപ്പോൾ അവളുടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആ ഇരട്ട വാലിനെ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ചറാണ്. മൈക്രോസ്കോപ്പിന് ഒരു പരിധിയുണ്ട്, അത് ഡെവലപ്പ്. അപ്പോൾ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ അവർക്കത് പറ്റാത്തത് കൊണ്ട് കർത്താവേ എനിക്കിത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു.
അതുകൊണ്ട് എനിക്ക് ഡിസെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പോഴെന്നാ വെച്ച് കഴിഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത്. എന്താണ്? എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന്. അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണെന്ന്. എന്നിട്ട് എന്നാ സംഭവിച്ചത്? അത് ചുമ്മാ ഒരു പറച്ചിലല്ല, ഒരു ഭംഗിവാക്കുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിനകത്ത് തെളിച്ചം ലഭിച്ചു. അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അതായത് നമ്മുടെ ഓരോ കഴിവുകേടുണ്ടല്ലോ, ഈ കഴിവുകേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ കഴിവുകേട്, അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഭയങ്കര രസമായ കർത്താവിൻ്റെ കാര്യം. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ. നിങ്ങളിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത്. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം അത്ര കണ്ട് വലിയ പ്രാധാന്യം നമുക്ക് തോന്നത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലെയുള്ള പരിപാടിയാണ്. യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ തോക്കുകളും എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒറ്റ ബട്ടണിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഫെഡാഫെഡായിരിക്കണം. അങ്ങനെ ഒരു റിലേഷനാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി താമസിച്ചിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അന്നത്തെ കാലമല്ലേ, എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ്. ഇപ്പം ഈ തുലാമാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് വരും. അപ്പോൾ ഇടിവെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കത്തണത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയിട്ട് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം അപായമാണ്. ഏത് സമയത്തും പെരക്കിട്ട് വന്ന് ഇടിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഇവരൊരു പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് അവർ ഇടക്കൊന്നിടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇടിവിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരമേഘണമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുകയും വേറെ ഒന്നും പാടത്തില്ല. എന്താണെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും പിന്നെ അടുത്ത കൊല്ലം ഇടിവിട്ട് വരുമ്പോൾ ഞാൻ പറയും, ചേച്ചി അമ്മച്ചി ആ പാട്ട് പാടുമെന്ന് പറയും. അതാ സംഭവം. ഇപ്പോൾ ഇടിവിട്ട് വരുമ്പോൾ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ്. അങ്ങനെ നമുക്ക് ദൈവമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും ഏത് സമയത്ത് യുദ്ധം സംഭവിക്കുക എന്നുള്ള രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കണ പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടി വാഗ്ദാനമാണ്. പുറപ്പാട് 33:14. പുറപ്പാട് 33:14 എന്താണ് എന്ന് പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയണത് വാഗ്ദാനമാണ്. അപ്പോഴ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അഷ്വർ ചെയ്തിരിക്കുന്നത് വാഗ്ദാന പ്രകാരമാണ്. അതുകൊണ്ടാണ് 1 തിമോത്തി 4:8 നമ്മൾ വായിച്ചത്, ആധ്യാത്മികത എല്ലാത്തിനേക്കാൾ വ്യത്യസ്തവും ഉയർന്നതുമാണ്. അത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും വരാൻ ഇരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പം നമ്മളെ നിലനിർത്താനും വളരാനും അതിജീവിക്കാനും ദൈവം നമുക്ക് നൽകുന്നതാണ് വാഗ്ദാനം. ഭൗതിക വാഗ്ദാനമുണ്ട്, ആധ്യാത്മിക വാഗ്ദാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു വാഗ്ദാനമാണ് ദർശനം. ആ ചേർത്തി കണ്ടത് എന്താണ്? ദർശനമാണ്, പച്ചപ്പൂക്കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരുപാട് നടക്കത്തില്ല, പക്ഷേ ഞാനിത് നടത്തും. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൃപ കൊണ്ട് നടത്തും. പക്ഷെ കൃപയെ ആർജിക്കാതെ എന്താ മാർഗം? അത് വളരെ സിമ്പിളാണ്. കൃപയെ ആർജിക്കുമ്പോഴാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇപ്പം കൃപ നിറയുമ്പോഴാണ് പ്രസൻസ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണത്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായാൽ കൃപ നിറയണം. കൃപ നിറയാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉടമ്പടിയുടെ ഒരു എക്സസൈസിൻ്റെ ഭാഗമാണ്. പ്രഭാഷകൻ്റെ പ്രഭാഷണം വായിച്ച്, പ്രഭാഷകൻ 7:35 വായിച്ചോളൂ. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. പ്രൈസ് ദി ലോർഡ്. അതാ സംഭവം. പ്രഭാഷകൻ 7:35 ഏറ്റു പറഞ്ഞ, രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രിയങ്കരനാക്കും. അതെന്ത് സംഭവം എന്നറിയാവോ? ഇതുപോലെ കുറേ എക്സർസൈസുകൾ ഉടമ്പടിയിലുണ്ട് അല്ലേ? രോഗികളെ സന്ദർശിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക അല്ലേ? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് പ്രിയങ്കരനാക്കണം, അല്ലെങ്കിൽ പ്രിയങ്കരിയാക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ പ്രസാദം, പ്രിയങ്കരിയാക്കിയെന്ന പ്രസാദം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. മനസ്സിലായല്ലേ? ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ആ ഉടമ്പടിയിൽ 80% ചെയ്യണേ, ചൊല്ലുകയല്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി 500 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടത്തിമാരിവിടെ വരും. അവരെ കൊണ്ട് സാക്ഷ്യം പ്രേരിപ്പിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി അട്ടിമറിക്കാൻ പിശാച് ഉപയോഗിക്കുന്നതാണ് അവരെ. ജനവിരുദ്ധൻ്റെ കൈയടിക്കുക അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഉടമ്പടി എന്ന് പറയുന്ന ദൈവിക പദ്ധതിയെ അവർ പിശാച് അവരിലൂടെ അട്ടിമറിക്കും. എന്താ? ഇത് ചൊല്ലണ പ്രാർത്ഥന അല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ഇങ്ങനെ എന്താ പ്രിയങ്കരനാക്കുമ്പോൾ നമ്മൾ ആരായി മാറും? ദാസനോ ദാസിയോ ആയി മാറും. നോട്ട് മിയർ ഫെയ്ത്ത്ഫുൾ, വിശ്വാസിയല്ല. വിശ്വാസികളിൽ നിന്ന് മുകളിലോട്ട് വരും, റാങ്ക് മാറും. നമ്മുടെ റാങ്ക് മാറ്റം ഉണ്ടാകണം ഇതിൻ്റെ അകത്ത്. അതാണ് 12:18 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. എന്താ സംഭവിക്കുന്നത്? പ്രിയങ്കരനാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം പ്രിയങ്കരൻ രോഗിയെ സന്ദർശിക്കുമ്പോൾ നീ പ്രിയങ്കരനാകുമെന്ന് പറഞ്ഞില്ലേ?
പക്ഷെ പ്രിയങ്കരനാകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയണം. മത്തായി ശ്രീകാട് സുവിശേഷം 12:18. ശ്രദ്ധിക്കട്ടെ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ട. ഒന്ന് പറഞ്ഞ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച. അതായത് എനിക്ക് പ്രിയങ്കരനായ എന്റെ ദാസൻ. ഇനി എന്താ സംഭവിക്കണത്? ഇവന്റെ മേൽ വായിച്ചോളൂ, എന്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് പ്രസൻസ്. ഈ പ്രസൻസ് ഉറപ്പുവരുത്തുന്നത് ഇങ്ങനെയാണ്. പിടികിട്ടിയോ? നമുക്ക് ഉടമ്പടിയിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നീ എവിടെ ചെന്നാലും കിട്ടും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം വരുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട്. അത് എംബസി വരും, കോടതി വരും, പോലീസ് സ്റ്റേഷനിൽ വരും, അതിർത്തി തർക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് അളക്കാൻ നേരത്ത് അമ്മ വരും. എവിടെയാണ് നിനക്ക് വരേണ്ടത് അവിടെ എല്ലാം വന്നിരിക്കും. എല്ലാം ICUവിൽ വരും, വെന്റിലേറ്ററിൽ വരും. ഈ കേൾക്കണ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം ഒരിക്കലും ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലവുമായി. അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലവുമായി. ഇതിനുള്ളിൽ 21 ലക്ഷത്തോ ആൾക്കാരെ കൗൺസിൽ ചെയ്തെന്നാണ് ഞാൻ എപ്പോഴും പറയണം. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലാകും, പക്ഷേ ഉടമ്പടിയിലേക്ക് അമ്മ വരുമ്പോൾ ഈ കഴിഞ്ഞകാല പ്രാർത്ഥനകളെല്ലാം ഒരു നിഴലായി പോവും. കാര്യം ഇതിൻ്റെ അകത്ത് അഷുറൻസ്, പ്രോമിസ്, വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിൻ്റെ കൂടെ വരിക എന്നുള്ളത്, സഞ്ചരിക്കുക എന്നുള്ളത്. ഇപ്പോഴെന്താ പറയണത്? അങ്ങനെ സഞ്ചരിക്കണത് ഒരു ഫിസിക്കലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ്, ബിബ്ലിക്കൽ ഇക്വേഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ സാന്നിധ്യം സംലഭ്യമാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കാമെന്നാണ് പറയുന്നത്. ആ 3 പൂക്കളെ കാണിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷ മാതാവിന് സ്വപ്നവും അതുപോലെ തന്നെ അച്ഛനെ സ്വപ്നം കണ്ടെന്ന് പറയുന്നതും എല്ലാം നിൻ്റെ ഉടമ്പടിമേൽ ദൈവത്തിന് ഒരു പ്രസാദകരമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തികളെ ദൈവം അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിലൂടെയാണല്ലോ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്നിധ്യം നമ്മൾക്ക് ഇപ്പം നിങ്ങൾ രോഗിയെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊണ്ട് കൊടുക്കുമ്പോഴും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴും അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ദൈവത്തിന് പ്രിയങ്കരമായി മാറുമ്പോൾ അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് ദൈവസാന്നിധ്യം നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. ഏതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ 12:18 മത്തായി ശ്രീകാട് സുവിശേഷം, എൻ്റെ ആത്മാവ് പ്രസാദത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ഈ അയപ്പ് തന്നെയാണ് പുറപ്പാട് 33:14 വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ, അതായത് ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയണത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ചേർത്ത് കണ്ടില്ലേ, പച്ചപ്പൂക്കൾ അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി തിരികത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? പച്ചയും നീലയും തിരിയല്ലേ? ആ നമ്പർ കിട്ടാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ടേ, നമ്പർ കിട്ടാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പച്ചയും നീലയും തിരികൾ ഒരുമിച്ച് കത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? അത് തോന്നണമെന്ന് പറയുമ്പോൾ അത് സാന്നിധ്യം തന്നെയാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് നീ ചിന്തിക്കുമ്പോൾ എപ്പോഴും മനുഷ്യന് ഓപ്ഷൻ വരുമല്ലോ. ഒരു സംഭവം തീർന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വചനം കണ്ടില്ലേ, അതായത് അവർ 2022 ഓഗസ്റ്റിൽ ഇവിടെ ഉടമ്പടിയെക്കുറിച്ച് തിരക്കാനായിട്ട് വന്നിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ പള്ളിയെക്കുറിച്ച് പറയുന്നത്. ഞാനൊരു ഹിന്ദു ആണ്, പക്ഷേ ഞാനൊരു മുസ്ലിമിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും മുസ്ലിം മത ആചാരപ്രകാരമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലം മുതൽ യേശുവിൽ നല്ല വിശ്വാസമായിരുന്നു. ഞാൻ പോകുന്നിടത്തൊക്കെ മതിലുകളിലെല്ലാം യേശുവിൻ്റെ വചനം എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വചനം ഞാൻ എവിടെ പോയാലും ഞാനത് കാണുമായിരുന്നു. അപ്പോൾ ആ വചനത്തെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അന്ന് മുതലേ ഞാൻ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പോവുകയും യേശുവിനോടായി എൻ്റെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞു, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ യേശുവിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അതിനുശേഷം
അതിനുശേഷം ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള മരുതിമൂടെന്ന് പറയുന്ന പള്ളിയിൽ പോയി യൂദാശ്ലീഹായുടെ പള്ളിയിൽ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ മരുതിമൂട് പള്ളിയിൽ പോയി എൻ്റെ സങ്കടങ്ങളൊക്കെ പറയും. എനിക്ക് യൂദാശ്ലീഹ വഴി യേശുനാഥൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നീട് കുറേ കാലം ഞാൻ 2000 ആണ്ട് മുതൽ 2022 വരെയും മരുതിമൂട് പള്ളിയിൽ സ്ഥിരമായിട്ട് പോവുകയും നേർച്ച പറയുകയും ചെയ്യുമായിരുന്നു, നേർച്ചകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഞാനിവിടെ വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഇവിടെ വന്ന് ആദ്യം വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അന്ന് കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിന് കയറാൻ പറ്റാതെ ഞാൻ തിരിച്ചുപോയി. 2 മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 1-ാം തീയതി ഇവിടെ വന്ന് ഞാനും എൻ്റെ ചേച്ചിയുടെ മകളും കൂടി ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ നിയോഗമായി ആദ്യം വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു മകൻ 12 വർഷത്തോളമായി സ്ഥിര മദ്യപാനിയായിരുന്നു. അവന് മസ്കറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതും കോവിഡ് കാരണം നഷ്ടപ്പെട്ട് തിരികെ വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നാട്ടിൽ നിന്ന് ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വീട്ടിലും യാതൊരു പൈസയും തരികയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് വന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി ഇത് മാറ്റിയിട്ടേ ഇരിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഒരു ഇത് വന്ന് ഞാൻ തന്നെ ഇവിടെ വന്നു വന്ന് തിരക്കിയിട്ട് പോയി. പിന്നെ എൻ്റെ ചേച്ചിയുടെ മകളുമായിട്ട് വന്ന് ഞാൻ അന്ന് തന്നെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണു, എൻ്റെ കൈ ഒടിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ വന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഞാനിങ്ങനെ വീണത്? എന്തായാലും ഞാൻ 3 മാസത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാനത് ചെയ്യും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ഇവിടുത്തെ ഉടമ്പടികളെല്ലാം പാലിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അരമണിക്കൂർ നേരം എന്നും ബൈബിള് വായിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ കൃത്യമായിട്ട് പാലിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള 2 ആഴ്ചയും കൂടെ ഉള്ള സമയത്ത് ആ ഒരാഴ്ച മുഴുവൻ എൻ്റെ മകന് ഭ്രാന്തനെ പോലെയാണ് വീട്ടിൽ കയറി വരുന്നത്. അപ്പോൾ ഞാൻ രാത്രി മൊത്തം ഇരുന്ന് കരഞ്ഞു, അമ്മയെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും എനിക്ക് യാതൊരു അടയാളങ്ങളും അത്ഭുതവും അമ്മ എനിക്ക് കാണിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഉടനെ തന്നെ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എല്ലാവർക്കും അമ്മ ഓരോ അനുഭവങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അമ്മ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ ആപത്തോ അപകടമോ രോഗമോ ഒന്നും വരാതെ തന്നെ അവന് മാനസാന്തരം കൊടുത്ത് അവൻ്റെ മദ്യപാനം മാറ്റി തരണേ എന്നായിരുന്നു. അതേപോലെ തന്നെ 2-ാമത്തെ ദിവസം രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ കയറി വന്നു. ഞാൻ മിണ്ടിയില്ല. ഞാൻ 2 മാസത്തോളം അവനോട് മിണ്ടത്തില്ലായിരുന്നു. അവൻ എൻ്റെ കൂടെ വന്ന് കയറി കിടന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ കുടി നിർത്തണമെന്നുണ്ട്, എന്നെ അമ്മ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി എൻ്റെ കുടി ഒന്ന് നിർത്തിത്താ, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു നേർച്ച പറ എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു, മോനെ നീ നിൻ്റെ മനസ്സോട് പറയുവാന്നോ ഇതെങ്കിൽ നിന്നെ മാതാവ് തൊട്ടതായിരിക്കും. അപ്പോൾ അവൻ എന്നെ വഴക്ക് പറഞ്ഞു, അതൊന്നും അല്ല, എനിക്ക് അങ്ങനെ അങ്ങ് തോന്നിയതാണ്. ഞാൻ പറഞ്ഞു, അല്ല മോനെ, മാതാവ് തന്നെ നിന്നെ തോന്നിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നാളെ എൻ്റെ കൂടെ ഒരു ഡോക്ടറെ വന്ന് കണ്ട് നിൻ്റെ ഇങ്ങനെയുള്ള ആ ടെൻഡൻസിയൊക്കെ ഒന്ന് മാറാനുള്ള കാര്യങ്ങൾ നിനക്കൊരു കൗൺസിലിങ്ങിനൊക്കെ നമുക്ക് പോകാം. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പോയി. എൻ്റെ കുഞ്ഞു എൻ്റെ കൂടെ വന്നു. ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്ക് ഇവനിങ്ങനെ മരുന്ന് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, കുഴപ്പമില്ല, ഇവനിങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇവന് മരുന്ന് കഴിച്ച് മാറട്ടെ എന്ന് പറഞ്ഞു. അവനോടും ചോദിച്ചു, അവനും സമ്മതിച്ചു. അങ്ങനെ ഒരാഴ്ചത്തെ മരുന്ന് ഫസ്റ്റ് ഡോസ് മരുന്ന് കൊടുത്തു. ഞാൻ വീട്ടിൽ വന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൻ പഴയതിനേക്കാൾ കഷ്ടത്തിൽ കുടിച്ചിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അന്ന് ആ ഒരാഴ്ച കുടിച്ചില്ല. 2-ാമത്തെ വെള്ളിയാഴ്ച ചെല്ലാൻ പറഞ്ഞു. ആ 2-ാമത്തെ വെള്ളിയാഴ്ച ചെന്നപ്പോൾ സെക്കൻഡ് ഡോസ് കൊടുത്തു. അത് കുറച്ചുകൂടെ എഫക്റ്റായ ഗുളികയായിരുന്നു. അവനോട് അതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവന് ഞാൻ ശ്രമിക്കാമെന്നൊക്കെ മാത്രം ഡോക്ടറോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഡോക്ടറെ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. ഞാൻ വന്നു. വീട്ടിൽ കയറി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവന് യാതൊരു വെളിവുമില്ലാത്ത രീതിയിൽ വന്ന് വാതിലിൽ പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സാകെ തകർന്നു. എന്നിട്ട് ഞാൻ ഇവനോട് ഇത്രയും മാത്രം പറഞ്ഞു, മോനെ നീ എന്നെ വെറും വെഡ്ഡിയാക്കുമല്ലായിരുന്നോടാ, ഞാൻ അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, അങ്ങനെ നിൻ്റെ കുടി മാറിയെന്ന് ഞാൻ വിചാരിച്ചു, എന്നിട്ട് നീ ഇപ്പോൾ അതിനേക്കാൾ കഷ്ടത്തിൽ വന്നല്ലോടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒന്നിലും വിശ്വാസമില്ല.
അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും വയസ്സായി, എന്നെ കൊണ്ട് നടക്കേണ്ട പ്രായത്തിൽ എൻ്റെ ഒരു മോൻ ബുദ്ധിമാന്യം ഉള്ളതാ, മൂത്ത മോന്. നിങ്ങളെ രണ്ടുപേരെയും വേണം, ഞാനിപ്പം വേണം കൊണ്ടു നടക്കാനും ആശുപത്രിയിൽ പോകാനും. ഇത്ര മാത്രമേ അവനോട് ഞാൻ സംസാരിച്ചുള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറയുന്നു, ഇനി എന്നെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കാലയിൽ ഇങ്ങനെ തൊട്ട് തൊഴുതു. എന്നിട്ട് ഞാൻ അവനെ നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ അനങ്ങാതെ സെറ്റിയെ തന്നെ ഇരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവനൊരു കസേര എടുത്ത് അവൻ്റെ മുറിക്കകത്തോട്ട് കയറിപ്പോകുന്ന കണ്ടു. ഞാനോടത്തോടെ ഇരിക്കാനായിരിക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നപ്പോൾ മുറിക്കകത്ത് എന്തോ ഒടിയുന്ന ശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചൊന്ന് ജനലിൽ കൂടെ നോക്കി. ഇവൻ കതകിന് കുട്ടിയിടുന്ന ശബ്ദവും ഞാൻ കേട്ടിരുന്നു. അപ്പോൾ കഥ അടച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജനലിൽ കൂടെ പോയി നോക്കിയപ്പോൾ എൻ്റെ മോൻ ഫാനിൽ തൂങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ കിടന്ന് നിലവിളിച്ചു. എല്ലാവരും ഓടി വന്നു. അവനെ എല്ലാവരും മാറി നിന്നു. മരിച്ചുപോയി 10 മിനിറ്റോളമായി, ഇനിയും കിട്ടത്തില്ല, മരിച്ചതാ, തുടരുതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരു ബംഗാളി പയ്യൻ അടുത്തുണ്ടായിരുന്നു. അവൻ ഓടി വന്ന് എൻ്റെ കുഞ്ഞിനെ അഴിച്ചിട്ടു. ഞാൻ കെട്ടിപ്പിടിച്ച കരഞ്ഞു. അവൻ തലയിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നെഞ്ചിനകത്തൊക്കെ ഇടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് കണ്ണ് തുറന്നു. ഒരു ശബ്ദം തൊണ്ടേന്ന് വന്നു. അപ്പോൾ എൻ്റെ വയ്യാത്ത മോനും പറഞ്ഞു, അമ്മേ കുഞ്ഞിന് ജീവനുണ്ടമ്മേ, അമ്മ കുഞ്ഞ് രക്ഷപ്പെട്ടമ്മേ എന്ന് പറഞ്ഞ് അന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്പം 4.5 മാസമായി എൻ്റെ കുഞ്ഞ് മദ്യപിച്ചിട്ടില്ല. മാനസാന്തരത്തോടെ അമ്മ അവൻ്റെ മദ്യപാനം മാറ്റി. അമ്മയ്ക്ക് യേശുനാഥന് 1000 നന്ദി. എനിക്ക് അതിൽ വലിയ നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു 12 ലക്ഷം രൂപയോളം ഞങ്ങൾ വീട് വാങ്ങിച്ചതിന് കടമുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ജോലി നഷ്ടപ്പെട്ടു പോയല്ലോ. അവനൊരു ജോലി വേണമെന്നും അവൻ്റെ 34 വയസ്സുണ്ട്, കല്യാണം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഭർത്താവും മരിച്ചു പോയതോ, എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും കൂടെ അമ്മ എനിക്ക് സാധിച്ചു തരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞ് മദ്യപാനിയായ കുഞ്ഞ് ഇത്രയും നാൾ മദ്യപാനം നിർത്തിയത് എല്ലാവർക്കും വലിയ വലിയൊരു അത്ഭുതമായിട്ട് എൻ്റെ ബന്ധു തന്നെ ഒരാൾ പറഞ്ഞ്, അങ്ങനെയൊന്നും അവൻ നിർത്താൻ പോകുന്നില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അത് ഫലിച്ചു എന്നിങ്ങനെ പറഞ്ഞു. ആ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് കുവൈറ്റിൽ അറ്റാക്ക് വന്ന് ICUവിൽ അഡ്മിറ്റായി. പെട്ടെന്ന് തന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്ത് സ്റ്റെൻറ്റ് ഇട്ടു. ഓക്സിജൻ സഹിതം നാട്ടിലേക്ക് പോകണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊണ്ടുവരാൻ പറ, നമുക്ക് കൃപാസനം പള്ളിയിൽ പോയാൽ അവൻ രക്ഷപ്പെടും. അങ്ങനെ അവർ അല്ലെങ്കിൽ തന്നെ അവർ വരാനായി